പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ നടത്തപ്പെടേണ്ടവ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആ മതിപ്പ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അത്ര തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇദ്ദേഹം ഒരു ഏകാധിപതിയാണ്. ജനാധിപത്യ ഭരണക്രമത്തോടോ ജനാധിപത്യ മൂല്യങ്ങളോടോ യാതൊരു ബഹുമാനവും ഇല്ലാത്ത ആളാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ചില നന്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 10 കൊല്ലം ഭരിച്ച് ജനവിധി എതിരായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് വെറും 35 സീറ്റ് മാത്രം കിട്ടിയപ്പോൾ രാജിവെച്ച് പോകാനുള്ള മാന്യത അദ്ദേഹം കാണിച്ചു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. ജയിച്ച പാർട്ടിക്ക് വേണ്ടി തോറ്റ പാർട്ടി മാറിക്കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ മാറിക്കൊടുത്തതാണ് ഇന്ന് വരെയുള്ള ചരിത്രം. അതുകൊണ്ടായിരിക്കും പിണറായി വിജയന് രാജിക്കത്ത് എഴുതി പ്രത്യേക ദൂതൻ മുഖേന ലോക് ഭവനിലേക്ക് കൊടുത്തയച്ചത്. അത് കിട്ടിയ വഴിക്ക് ഗവർണർ അത് സ്വീകരിക്കുകയും ഇനി ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നവരെ തുടരാനായിട്ട് വിജയൻ സഖാവിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കെയർ ടേക്കർ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് ഈ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയും വലിയ തിരിച്ചടി ഉണ്ടായി. സ്റ്റാലിന് അധികാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം തന്നെയും തോറ്റുപോയി. സ്റ്റാലിനും ഉടനെ തന്നെ ഒരു കാൽപ്പായ കടലാസ് എടുത്ത് തമിഴിൽ മനോഹരമായ ഒരു രാജിക്കത്ത് എഴുതി ഗവർണർ അടുത്തേക്ക് കൊടുത്തു വിട്ടു. അവിടെയും ഗവർണർ അത് സ്വീകരിച്ചു. ഇതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെയും ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് വംഗദേശം അടക്കി ഭരിച്ചിരുന്ന കുമാരി മമതാ ബാനർജിയുടെ പാർട്ടിക്ക് വെറും 80 സീറ്റേ ജയിക്കാൻ പറ്റുള്ളൂ. മുഖ്യ എതിരാളി BJP 207 സീറ്റ് ജയിച്ചു. അപ്പോൾ ഏതാ കൂടുതൽ 207 ആണെന്നാണ് നമ്മളെയൊക്കെ ഈ പ്രൈമറി ക്ലാസ്സിൽ മാഷന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. 207 സീറ്റ് കിട്ടിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് 80 സീറ്റ് കിട്ടിയ പാർട്ടി മാറിക്കൊടുക്കണ്ടേ? പക്ഷേ മാറാൻ തയ്യാറല്ല എന്നാണ് ബംഗാൾ മമത എന്ന അപരനാമത്തിൽ ആളുകൾ വിളിച്ച് ആക്ഷേപിക്കുന്ന കുമാരി മമതാ ബാനർജി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും രാജിവെക്കുകയില്ല. അതിൽ വേറൊരു സവിശേഷത കൂടിയുണ്ട്. സ്റ്റാലിനെ പോലെ ഇവരും മത്സരിച്ച സീറ്റ് തോറ്റുപോയി. അവർ മത്സരിച്ച സീറ്റ് ഭവാനിപ്പൂറാണ്. അവരുടെ വീടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ 15,000 വോട്ടിന് തോറ്റു. മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഭരണക്കാനുള്ള മാൻഡേറ്റ് നഷ്ടപ്പെട്ടു. ഇനി ഒരു അധികാരവുമില്ല. രാജിക്കത്ത് എഴുതി കൊടുത്ത് പുറത്തു പോകാമെന്നുള്ളതാണ് മര്യാദ, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. പക്ഷേ അവർ രാജിവെക്കാൻ തയ്യാറില്ല. അവർ ഭരണത്തിൽ തുടരുകയാണ്. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയം അധാർമികമാണ്. BJP ജയിച്ചായിട്ട് ധാർമ്മികതയില്ല. ധാർമ്മികത നോക്കിയിട്ടല്ലേ ഇതുവരെ ജയിച്ചവരും തോറ്റവരും തീരുമാനിക്കുന്നത്. ആ ബാലറ്റ് പെട്ടിയിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. അതിൽ വേറെ ധാർമ്മികതയൊന്നുമില്ല. അതുപോലെ യന്ത്രത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയവർ ജയിക്കും. അത് അധാർമികത നോക്കിയിട്ടല്ല തീരുമാനിക്കുക. പക്ഷേ ഇനിയിപ്പോൾ ധാർമ്മികത ആരാ തീരുമാനിക്കുന്നത്? മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത തീരുമാനിക്കുന്നത് അവരാണ്. അവർ ജയിച്ചാൽ ധാർമ്മികം, അവർ തോറ്റാൽ അധാർമികം. മമതാ ബാനർജിക്ക് പ്രാന്താണ്. അവരെ റാഞ്ചിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. അതുപോലെ അവരുടെ പാർട്ടിക്കാർക്കും ഈ അഭിപ്രായം തന്നെയുണ്ട്. ഇപ്പോൾ ഡെറിക് ഓബ്രിയാനെ പോലെ അല്ലെങ്കിൽ ഇവരുടെ അനന്തരവൻ തന്നെ ആയിരിക്കുന്ന മറ്റേ ബാനർജിയെ പോലുള്ള ആളുകളുണ്ട്. അവർക്കും അറിയാം ഈ സ്ത്രീക്ക് പ്രാന്താണ്. ഇവർ ഏറ്റവും അടുത്ത് പ്രാന്താശുപത്രിയിലാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാവും എന്നുള്ളത്. പക്ഷേ ഇത് മനസ്സിലാകാത്ത ആൾ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി കേട്ട വഴി കേൾക്കാത്ത വഴി ദീദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതേ രാഹുൽ ഗാന്ധിയാണ് ഒരാഴ്ച മുമ്പ് ബംഗാളിൽ പോയി പ്രസംഗിച്ചത്. ഈ മമതാ ബാനർജിയുടെ അഴിമതി കാരണമാണ് ബംഗാളിൽ BJP ശക്തിപ്പെടുന്നത് എന്ന്. BJP പരാജയപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് മത്സരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ തല്ലും കുത്തും വെട്ടും കൊണ്ട് കോൺഗ്രസ്സുകാരോട് പ്രവർത്തിച്ച് 2 കോൺഗ്രസ്സുകാർ എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഒരു മാർക്സിസ്റ്റുകാരനും ജയിച്ചു. ഇവരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു. മമതാ ബാനർജി പറയുന്നത് ന്യായം എന്നാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭ്രാന്ത് പിടിക്കുക വെച്ചാൽ വലിയ കഷ്ടമാണ്. ഇനി മമതാ ബാനർജി രാജിവെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഈ തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് മാറിക്കൊടുക്കാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവർ തോറ്റ പാർട്ടി മാറിക്കൊടുക്കുന്നില്ല. ജയിച്ച പാർട്ടി അവർ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തും.
പാകിസ്ഥാനിൽ പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അൾജീരിയയിൽ ഒരു തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പാകിസ്ഥാനിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് 1970-ലാണ്. 70 തെരഞ്ഞെടുപ്പ് നടന്ന് കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം സീറ്റുകളല്ല, ഏതാണ്ട് 99% സീറ്റുകളും മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗിനാണ് കിട്ടിയത്. പക്ഷേ ഭരണം വിട്ടുകൊടുക്കാനായിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള മുതലാളിമാർ സമ്മതിച്ചില്ല. ജനറൽ യഹിയ ഖാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന ബുദ്ധി ഉപദേശകനായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും കൂട്ടാക്കിയില്ല. അതിനെ തുടർന്നാണ് അവിടെ വലിയ വിമോചന യുദ്ധമൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് അത് സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയത് ബംഗ്ലാദേശ്. പക്ഷേ അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മമതാ ബാനർജി പോകുന്നത്. അവർ ഏതായാലും രാജിവെക്കാൻ തയ്യാറില്ല, അധികാരം വിട്ടൊഴിയാൻ തയ്യാറില്ല. അവർ ഇങ്ങനെ ഉത്തരവുകൾ പാസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരെ ഭ്രാന്താസ്പത്രിയിലേക്ക് കൊണ്ടുവരാനും വ്യവസ്ഥയില്ല. പക്ഷേ ഗവർണർക്ക് ഇവരെ രാജി കിട്ടാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മെയ് 7-ാം തീയതി നിയമസഭയുടെ കാലാവധി പൂർത്തിയായി. പുതിയ മുഖ്യമന്ത്രിയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. മെയ് 9-ാം തീയതി മമത രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം അന്ന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മദിനമാണ്. ആ ദിവസം നോക്കിയിട്ടാണ് ഇവർ സത്യപ്രതിജ്ഞയ്ക്ക് ഡേറ്റ് നിശ്ചയിച്ചത്. അല്ല 8-ാം തീയതി തീരുമാനിച്ച് 8-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ കാലാവധി 5 കൊല്ലമാണ് മുഖ്യമന്ത്രിയുടെ. 5 കൊല്ലത്തിനപ്പുറത്ത് മുഖ്യമന്ത്രി പാസ്സാക്കുന്ന ഒരു ഉത്തരവിന് ഒരു നിയമപ്രാബല്യവുമില്ല. മമതാ ബാനർജി ഇനി രാജിവെച്ചില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി മാത്രമാണ്. അവർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാത്തതുകൊണ്ട് പാസ് എടുത്താൽ മാത്രമേ അസംബ്ലിയിൽ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ടെലിവിഷനിൽ നിയമസഭാ നടപടികൾ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ മാത്രമാണ് മുഖ്യമന്ത്രി, ഞാനല്ലാതെ വേറെ മുഖ്യമന്ത്രി ഇല്ലയെന്ന് പറഞ്ഞ് വിധാനസൗധയിലേക്കോ അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ തള്ളിക്കയറാൻ നോക്കിയാൽ ബാക്കി തമാശയായിരിക്കും. പിന്നത്തെ തമാശ നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഏതായാലും മമതാ ബാനർജിയോളം കണ്ടാഗ്രസ് അല്ല നമ്മുടെ പിണറായി വിജയൻ എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിമാനം വരെയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പശ്ചാത്താപ നിർഭരമായ ഹൃദയത്തോട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ലാൽ സലാം.